വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാനാക്രമണം. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാന 65-കാരനെ ചവിട്ടിക്കൊന്നു. വൈശ്ശേരി സ്വദേശി മോഹനനാണ് കൊല്ലപ്പെട്ടത്. പുലർച്ചെയോടെയായിരുന്നു സംഭവം. വീട്ടുപറമ്പിൽ ആനയെത്തി കൃഷി നശിപ്പിക്കുന്നതിനിടെ ആനയെ ഓടിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണമുണ്ടായത്. ആനയെ ഓടിപ്പിക്കുന്നതിനിടെ കാട്ടാന മോഹനന് നേരെ പാഞ്ഞെടുത്ത് ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. മോഹനന്റെ വീട്ടുവളപ്പിൽ കഴിഞ്ഞ ദിവസം കാട്ടാനയെത്തി വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. ഇന്ന് പുലർച്ചെ വീണ്ടും കാട്ടാന എത്തിയപ്പോഴായിരുന്നു ആക്രമണമുണ്ടായത്. സംസ്ഥാനത്ത് കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊരിഞ്ഞിരിക്കുകയാണ്. അതിരപ്പള്ളിയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാന 65-കാരനെയാണ് ചവിട്ടി കൊലപ്പെടുത്തിയത്. വൈശ്ശേരി സ്വദേശിയായ മോഹനനാണ് കൊല്ലപ്പെടുത്തത്. 65 വയസ്സായിരുന്നു. പുലർച്ചയോടുകൂടിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. വീട്ടുപറമ്പിൽ ആനയെത്തി കൃഷിയടക്കം നശിപ്പിക്കുന്നതിനിടെ ഈ ആനയെ ഓടിക്കാൻ പോയപ്പോഴായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. ആനയെ ഓടിപ്പിക്കുന്നതിനിടെ കാട്ടാന മോഹന് നേരെ പാഞ്ഞെടുത്ത് ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. മോഹന്റെ വീട്ടുവളപ്പിൽ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ കാട്ടാന എത്തി വ്യാപകമായി തന്നെ കൃഷി നശിപ്പിച്ചിരുന്നു. ഇന്ന് പുലർച്ചെ വീണ്ടും കാട്ടാന എത്തിയപ്പോൾ ആയിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. 65-കാരനാണ് കൊല്ലപ്പെട്ടത്. കാട്ടാനാക്രമണത്തിലാണ് സംസ്ഥാനത്ത് വീണ്ടും ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നത്. അതിരപ്പള്ളി വൈശ്ശേരിയിലാണ് കാട്ടാന 65-കാരനായ വൈശ്ശേരി സ്വദേശി മോഹനെ കൊലപ്പെടുത്തിയത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ആറ്റുകാൽ മുൻ കൗൺസിലർ ഉണ്ണി അടക്കം 6 പേർ കൂടി പിടിയിൽ. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 25ആയി. 1 മുതൽ 5 വരെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഉത്തരവ് ഇന്നുണ്ടാകും. വിവരങ്ങളുമായി അപർണ KS ചേരുന്നു. അപർണ, കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ ഈ 1 മുതൽ 5 വരെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിലാണ് ഇന്ന് കോടതിയുടെ ഉത്തരവ് ഉണ്ടാകുന്നത്. 25 പേരാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇന്നലെയും 6 പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ആറ്റുകാൽ മുൻ കൗൺസിലറായ ഉണ്ണി അടക്കമുള്ള 6 പേരാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. അതോടുകൂടി കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 25 ആയിരിക്കുകയാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലാണ് ആറ്റുകാൽ മുൻ കൗൺസിലറായ ഉണ്ണി അടക്കം 6 പേർ പിടിയിലായിരിക്കുന്നത്. ഇതോടുകൂടി അറസ്റ്റിലായവരുടെ എണ്ണം 25ആയി ഉയർന്നിരിക്കുകയാണ്. ഇന്ന് 1 മുതൽ 5 വരെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഉത്തരവുണ്ടാകും. അപർണ ചേരുന്നു വിവരങ്ങളുമായി. അപർണ, 25 പേരായിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ മാത്രം അറസ്റ്റിലായവരുടെ എണ്ണം എന്ന് പറയുന്നത്. അതുപോലെ ഒപ്പം തന്നെ ഈ പ്രതികളുടെ അടക്കം ജാമ്യാപേക്ഷയിൽ കോടതിയുടെ ഉത്തരവ് ഇന്നുണ്ടാകും. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ദിപ്പി മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 6 പ്രതികളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മുൻ കൗൺസിലർ ആറ്റുകാൽ ഉണ്ണി ഉൾപ്പെടെയുള്ളവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 25 ആയിരിക്കുകയാണ്. ആദ്യം അറസ്റ്റിലായ 5 പേർ നൽകിയ ജാമ്യാപേക്ഷയാണ് കോടതി ഇന്ന് വിധി പറയുക. ഇതിനിടയിൽ ED അന്വേഷണത്തിനെതിരെ CMR നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ച പരിഗണിക്കുന്നതായിരിക്കും. കേസിന് അന്വേഷണ അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് CMRL ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരുന്നു. ഈ ഹർജിയാണ് ഇത്തരത്തിൽ തിങ്കളാഴ്ച പരിഗണിക്കുന്നത്. റെയ്ഡിൽ പിടിച്ച രേഖകൾ അടക്കം നിലവിലെ കേസ് അന്വേഷണ പുരോഗതി ഹൈക്കോടതിയെ അറിയിച്ചാവും ED ഇതിനെ പ്രതിരോധിക്കുക. അന്വേഷണം ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇത്തരത്തിൽ ED ശ്രമിക്കുന്നത്. കൂടാതെ തന്നെ ഇത്തരത്തിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ബാക്കി കണ്ടെത്താനായിട്ടുള്ള CPIM പ്രവർത്തകർക്കെതിരെ പരിശോധന പുരോഗമിക്കുകയാണ്. 200-ലേറെ പേരെയാണ് ഇത്തരത്തിൽ വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി പ്രതി ചേർത്തിട്ടുള്ളത്. ഇതിൽ വാഹനങ്ങൾ ആക്രമിച്ച 25ഓളം പേരുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഏതാണ്ട് എല്ലാവരെയും തന്നെ ദൃശ്യങ്ങൾ പരിശോധിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർക്കായിട്ടുള്ള തിരച്ചിലും പോലീസ് വ്യാപകമായി തന്നെ നടത്തുന്നുണ്ട്. ആക്രമണം നേരിട്ടതിൽ പോലീസ് വൻ വീഴ്ച പരാജയം സംഭവിച്ചു എന്ന ആരോപണം ആണ് ഇതിനിടെ ഉയർന്നു വന്നത്.
പ്രതികളെ ഇതിനെ പ്രതിരോധിക്കാൻ പ്രതികളെ എത്രയും വേഗം തന്നെ കണ്ടെത്തുക എന്നതാണ് പോലീസിന് മുൻപിലുള്ള ഒരു മാർഗമെന്ന് പറയുന്നത്. അതിനായിട്ട് ഉള്ള ശ്രമങ്ങൾ വേഗത്തിൽ തന്നെ പോലീസ് മുന്നോട്ട് നീങ്ങുകയാണ്. എല്ലാവരും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. തിരിച്ചറിഞ്ഞ 8 പ്രധാന പ്രതികൾക്കായുള്ള ലുക്കൌട്ട് നോട്ടീസ് ഇതിനോടകം തന്നെ ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഇവരുടെ വീടുകളിലടക്കം പോലീസ് സംഘം എത്തി പരിശോധന നടത്തുന്നുണ്ട്. മ്യൂസിയം പോലീസിന് കൂടാതെ തന്നെ ഷാഡോ, ഡാൻസ് ഓഫ് സംഘങ്ങളും മറ്റ് സ്റ്റേഷനിലെ പോലീസുകാർ അടങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ഓരോ വീടുകളിലും ഈ ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇറക്കിയ പ്രതികളുടെ വീടുകളിലടക്കം പരിശോധന നടത്തുന്നത്. സംഘത്തിന് നേതൃത്വം നൽകിയ മുൻ കൗൺസിലർ IP ബിനു അടക്കം 18 പേരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. അതുകൂടാതെയാണ് ഇപ്പോൾ ബാക്കി 6 പേരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റ് പ്രതികൾക്കായിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതികളുടെ വീടുകളും സംശയകരമായിട്ടുള്ള ബന്ധുക്കളുടെ വീടുകൾ, സിറ്റിയിലെ ഹോട്ടലുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലായിരിക്കും ഇത്തരത്തിൽ പോലീസ് പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ മൊബൈൽ ഫോൺ രേഖകളടക്കം പരിശോധിച്ചാണ് പ്രതികളിലേക്ക് എത്താനായിട്ട് പോലീസ് ശ്രമിക്കുന്നത്. പ്രതിഷേധത്തിൽ പങ്കെടുത്ത 200ഓളം പേരുടെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച് തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ ഇനിയും ആരെങ്കിലും ഈ കേസിൽ പ്രതികളായിട്ടുണ്ടോ എന്ന സംശയം പോലീസിനുണ്ട്. അതിനായിട്ട് വീഡിയോ ദൃശ്യങ്ങൾ അടക്കം വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ്. അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. കൂടാതെ തന്നെ ഇന്നലെ മുഖ്യമന്ത്രി VD സതീശനും അടക്കമുള്ളവർ ഈ അദ്ദേഹത്തിന് എതിരെ ഉയർന്ന ആരോപണങ്ങളെയൊക്കെ പരിഹസിക്കുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നു. ദീപ്തി, ശരി. എന്തായാലും മീഡിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ആറ്റുകാൽ മുൻ കൗൺസിലറായ ഉണ്ണി അടക്കമുള്ള 6 പേർ കൂടി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. ഇതോടുകൂടി കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 25ആയി ഉയർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 1 മുതൽ 5 വരെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ ഉത്തരവും എന്നുണ്ടാകും. അപർണ KS ആണ് വിവരങ്ങൾ നൽകിയത്.